ഈ കടലൊക്കെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് ആ സിനിമയൊക്കെ ഇറങ്ങുന്നത്. അന്ന് ബാബു ആന്റണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു ഹരമായിരുന്നു അന്ന്. അന്ന് ബാബു ആന്റണിയെ പോലെ മുടി വളർത്തുക, ബാബുവിനെ പോലെ ആക്ഷൻ ചെയ്യാൻ പറ്റണം എന്നൊക്കെ അന്ന് ഒരു 4-ാം ക്ലാസ്സിൽ 5-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഒരു പ്രായമാണ് ഞാനൊക്കെ. ഇത് 93 മുതൽ ഒരു 95 വരെ ശരിക്കും ഒരു 2-3 വർഷം ബാബു ആന്റണി ഒരു സ്റ്റാർ തന്നെയായിരുന്നു. അന്ന് മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി കഴിഞ്ഞാൽ ഒരു ജയറാമിനോടൊപ്പം തന്നെ, ജയറാമിനെക്കാട്ടും മുകളിലായിരുന്നു എന്ന് പറയാം പ്രതിഫലത്തിന്റെ കാര്യത്തിൽ. ബാബു ആന്റണിയുടേതായ ഒരു മാർക്കറ്റ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇറങ്ങിയ ഒരു സിനിമയാണ് കടൽ. കടൽ എനിക്ക് കൃത്യമായിട്ട് അതിന്റെ ഒരു റിലീസ് ഡേറ്റോ കാര്യങ്ങളോ ഓർമ്മയില്ല. പക്ഷെ 94 എന്നൊരു വർഷം മെയ് മാസമോ ജൂൺ മാസമോ ആണ് ആ ഒരു സിനിമ ഇറങ്ങിയത്. പക്ഷെ അത് അന്ന് ബാബുവിന്റെ മറ്റൊരു സിനിമകൾ പോലെ, അല്ലെങ്കിൽ ഒരു ദാത പോലെയോ, അല്ലെങ്കിൽ ഒരു ഗാന്ധാരി പോലെയോ, ഒരു ഉപ്പുകണ്ടം ബ്രദേഴ്സ് പോലെയോ, അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന പോലെ ഒരു വലിയ സൂപ്പർ ഹിറ്റ് അല്ല. പക്ഷെ ഒരു ആവറേജ് പോയ ഒരു സിനിമയാണ്, ഒരു റിവഞ്ച് സിനിമ എന്ന് പറയാം. അത് ഇപ്പോഴും ഇടയ്ക്ക് ടി വിയിൽ വരാറുണ്ട്, യൂട്യൂബിൽ ആ ഒരു സിനിമയുണ്ട്. അതില് ആ ഒരു സിനിമ എനിക്ക് ഇപ്പോഴും ഓർമ്മ. അന്ന് കേബിൾ ടി വിയിൽ അന്ന് സിനിമകൾ ഇടും. അന്ന് സിനിമ കാണണമെങ്കിൽ കാസറ്റ് എടുക്കണം, പിന്നെ കേബിൾ ടി വിയിലാണ്. അങ്ങനെ കേബിൾ ടി വിയിൽ ഈ ഒരു സിനിമ വന്നപ്പോൾ ഒരു രാത്രി എത്ര പേര്, ഞാൻ എൻ്റെ ഒരു ഓർമ്മയാണ് പറയുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഒരു മെമ്മറിയാണ്, നിങ്ങൾ എത്ര പേർക്ക് ആ ഒരു അനുഭവം ഉണ്ടാവും എനിക്കറിയില്ല. അന്ന് കേബിൾ ടി വി വന്ന സമയത്ത് രാത്രി 9 മണിക്ക് അവരൊരു സിനിമ ഇടും. ഇതേ സിനിമ അവർ പിറ്റേ ദിവസം ഉച്ചയ്ക്കും ചിലപ്പോൾ റിപ്പീറ്റ് ഇടും. അപ്പൊ അന്ന് രാത്രി ഈ ഒരു സിനിമ വന്നു കഴിഞ്ഞപ്പോൾ അന്ന് കറണ്ട് പോയി, അത് തന്നെ ഫുള്ള് കാണാൻ പറ്റില്ല. പിന്നീട് പിറ്റേ ദിവസം ഉച്ചയ്ക്കാണ് ആ ഒരു സിനിമ ഞാൻ കണ്ടത്. എനിക്ക് അങ്ങനെ ഒരു മെമ്മറി ഈ ഒരു സിനിമയെ കുറിച്ചുണ്ട്.